ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ ആരും അങ്ങനെ ട്രൈ ചെയ്യാത്ത ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. മുത്താറി കൊണ്ടുള്ള ഒരു കലത്തപ്പം റെസിപ്പി. കലത്തപ്പം നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, എന്നാലും മുത്താറി കൊണ്ടുള്ള കലത്തപ്പം നിങ്ങൾ ആരും അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായി ഞാൻ കുറച്ച് മുത്താറി എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 മണിക്കൂർ മുമ്പ് കുതിർക്കാനായി വെച്ച മുത്താറിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുക്കേണ്ടതുണ്ട്. നന്നായി കഴുകിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഏറ്റവും നല്ലതാണ് മുത്താറി ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. മുത്താറി വിരകിയൊക്കെ കൊടുത്തിട്ട് കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ എന്തായിട്ടും കഴിക്കും കേട്ടോ. അപ്പോൾ ഇതിന് ജാറിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് ചേർക്കാൻ പാടില്ല. കൂടുതലായിട്ട് ചേർത്താൽ നമുക്ക് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ട് മാത്രമേ നമ്മളിത് ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഞാനിതിലേക്ക് 2 മണി ശർക്കര കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ശർക്കര നന്നായിട്ട് പൊടിച്ചെടുത്തതാണേ. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് ഏകദേശം അത് അലിയുന്ന വരെ ഒന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം മാത്രമേ നമ്മളിത് അടുപ്പിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് ഒരു ചുവട് കട്ടിയുള്ള പാത്രം നോക്കി വേണം കേട്ടോ നിങ്ങൾ എടുക്കാനായിട്ട്. ഇത് വേഗം അടി പിടിക്കുന്ന ഒരു സാധനമാണ് മുത്താറി. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും കൈവിട്ട് പോവുകയും ചെയ്യരുത്. അതിൻ്റെ അടുത്ത് തന്നെ വേണം നമ്മളിത് പാകം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഉരുളി പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഇത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മുത്താറി ശർക്കരയും കൂടി ഉള്ളത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയമാകുമ്പോൾ തൊട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് ശർക്കരേൻ്റെ കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അലിയാത്തതാണ്. അതിനി ചൂടാകുന്ന സമയത്ത് ഇതിൽ അലിഞ്ഞു ചേർന്നോളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇത് കട്ടിയായി വരുന്ന സമയം മുതൽ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് വേഗം അടി പിടിച്ചു പോകും. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് വേണം ഇത് തയ്യാറാക്കാൻ. അപ്പോൾ ഇത് കുറുകി വരുന്ന ടൈം വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് ഇതിലുള്ള ജലാംശമൊക്കെ വറ്റി വെറും മുത്താറിയായി വരുന്ന ടൈം വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് അത് കട്ടയാവുന്ന സമയം നോക്കിയിട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുക. പാലും കൂടി കൂട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇനി നമുക്കിത് ഇതിൽ ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി വേഗം കട്ട പിടിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അതപ്പോൾ കട്ട പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക, എന്നാലേ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കൈ വിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഇത് അടി പിടിച്ച് പോകും കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ സിമ്മിലിട്ട് വേണേ ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു പരിവാവും. അപ്പോൾ നല്ല രീതിയിൽ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു സമയമാകുന്ന മുമ്പ് നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് തൂക്കി കൊടുക്കാം കേട്ടോ. ഞാൻ വീഡിയോ സ്കിപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നു നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് വേഗം ഇത് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി എന്ന സമയമാകുമ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലും കുറച്ച് നെയ്യ് തൂവി കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നൊക്കെ വേഗം ഇതൊന്ന് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം ഇതാവാനായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇനിയും ഇളക്കി യോജിപ്പിച്ച് നമ്മളൊന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കുന്നത് നൂൽപ്പരുവായിരിക്കും. നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നൂൽപ്പരുവല്ല, ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് വാങ്ങി വെക്കാം. നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയും, പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന സമയമാകുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പരുവം. കുറച്ച് നെയ്യ് ഇപ്പം ഞാൻ തൂവി കൊടുക്കുന്നുണ്ട്. ആ നെയ്യ് തൂവിയതിന് ശേഷം വീണ്ടും
നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പാത്രത്തിൽ നിന്നൊക്കെ ഇപ്പോൾ വിട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു രീതിയിൽ ഇളക്കി നമ്മൾ യോജിപ്പിച്ചാലേ നമുക്കിത് നല്ലതായി കിട്ടുള്ളൂ. അപ്പോൾ ഫൈനൽ നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് തണിയാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് നെയ്യൊക്കെ തൂവി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. അങ്ങനെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല ഷേപ്പാക്കിയതൊന്ന് പരത്തി വെക്കട്ടോ. അതിനുശേഷം കുറച്ച് ടൈം പുറമെ തന്നെ വെച്ച് നല്ലോണം ചൂടൊക്കെ മാറിയതിന് ശേഷം, നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഇതൊന്ന് കുറച്ച് ടൈം നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കട്ടോ. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് ഒരു മണിക്കൂർ നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് അപാകതകളൊക്കെ ഉണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഷേപ്പിലെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി സ്നാക്സാണ്. മുത്താറി കൊണ്ട് നമ്മൾ പുട്ടും അതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അതുപോലെ മുത്താറി വിരകി മക്കൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ എപ്പോഴും കഴിക്കുമ്പോൾ മക്കൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. എന്നാൽ ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ എന്തായാലും കഴിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സൂപ്പറാണ്. നല്ല ടേസ്റ്റോട് കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കഴിയുന്ന ഒരു പണിയാണ് കേട്ടോ അത്. അതിനാത്രം നേരമൊന്നും ഇതിന് വേണ്ട. കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനുള്ളൊരു സമയം എന്നല്ലാണ്ട് ഇതുണ്ടാക്കാൻ വേഗം പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് 2 ദിവസം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീത്തയൊന്നും ആവില്ല. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്സ് കൂടിയാണ്. മുത്താറി കൊണ്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.